ദഹനത്തിന് വളരെ നല്ലതാണ് ഈ പാനകം. ചില അമ്പലങ്ങളിൽ ഇത് പ്രസാദമായി നൽകാറുണ്ട്. ഇതെങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പാനകം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഇനി ഒന്ന് നല്ലപോലെ തിളപ്പിക്കുക. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ പൊടികളും ഇപ്പോൾ ചേർത്ത് നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ഏലക്കയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു 2-3 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ 1/4 കപ്പ് പൊടിച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് വെള്ളം 1 കപ്പ് അളന്ന് അതേ കപ്പിൽ തന്നെയാണ് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ശർക്കര ഈ വെള്ളത്തിലിരുന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ അലിയിച്ചെടുക്കുക. ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാനായിട്ട് വെക്കാം. ചൂട് മാറിയ ശേഷം ഒരു അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കുക. മുഴുവനായിട്ടും ചൂട് മാറിയ ശേഷം മാത്രമേ ഇത് അരിച്ചെടുക്കാവൂ. അരിച്ച പാനകത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വലിയ നാരങ്ങയാണെങ്കിൽ ഒരു 1/4 ഭാഗം പിഴിഞ്ഞെടുത്താൽ മതി. മൊത്തം ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കുക. നാരങ്ങാനീര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ശർക്കരയുടെയും ചുക്കിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറാണ് കൂടുതലും മുന്നിൽ നിൽക്കുന്നത്. ഇനി അവസാനമായിട്ട് പാനകത്തിൻ്റെ എരിവും മധുരവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മതി. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ 2 പേർക്ക് കുടിക്കാവുന്ന പാനകം റെഡി ആയിട്ടുണ്ട്.